എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 11-12 വാക്യങ്ങളും എബ്രായ ലേഖനം 24-ാം അധ്യായം 37-32 വാക്യങ്ങൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ലോകത്തിൻ്റെ നില എങ്ങനെയെന്ന് പരിശോധിക്കുന്ന ഒരു സംരംഭമാണ്. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലെ വാക്യം ഒന്ന് വായിക്കാം. എന്നാൽ ഭൂമി ദൈവത്തിന്റെ മുമ്പാകെ വഷളായി, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു. ദൈവം ഭൂമിയെ നോക്കി, അത് വഷളായി എന്ന് കണ്ടു. സകല ജലവും ഭൂമിയിൽ തന്റെ വഴി വഷളാക്കിയിരിക്കുന്നു. ഇവിടെ ജലപ്രളയം ആരംഭിക്കാനുള്ള കാരണത്തെക്കുറിച്ചാണ് ദൈവം പറയുന്നത്. ആദാമിൻ്റെ സൃഷ്ടി മുതൽ 1656 വർഷത്തിന് ശേഷമാണ് ജലപ്രളയം ഉണ്ടാകുന്നത്. ഒരു വലിയ നീണ്ട കാലഘട്ടം ദൈവം മനുഷ്യരെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നതാണ്. ഈ കാലമത്രയും വലിയതായ ശിക്ഷാ നടപടികളൊന്നും ദൈവം ചെയ്തില്ല എന്നാണ്. ഈ നിരീക്ഷണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ യഹോവ കണ്ടെത്തുന്ന കാരണം ഭൂമി ദൈവത്തിൻ്റെ മുമ്പാകെ വഷളായി, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ദൈവം ഭൂമിയെ നോക്കി, അത് വഷളായി എന്ന് കണ്ടു. സകല ജഡവും ഭൂമിയിൽ തൻ്റെ വഴി വഷളാക്കിയിരിക്കുന്നു. അപ്പോൾ ജലപ്രളയത്തിന് ശേഷം യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ പ്രാരംഭ ഘട്ടം വരെയുള്ള കാലങ്ങളെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് ഇപ്പോഴത്തെ ദുഷ്ടലോകമെന്നാണ്. ദുഷ്ടലോകത്തിൽ ദുഷ്ടന്റെ പ്രവർത്തനങ്ങളാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം ഭൂമിയിലുള്ള ഏത് രാജ്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ എവിടെയും യുദ്ധങ്ങളും അക്രമവും അനീതികളും, ഭരണകർത്താക്കൾ തമ്മിലുള്ള മത്സരം, ജനങ്ങളെ പീഡിപ്പിച്ച് അടിമയാക്കുക, ഭരണകർത്താക്കൾ സ്വാർത്ഥന്മാരായി തീർന്നുകൊണ്ട് എളിയവരെയും ദരിദ്രന്മാരെയും അവരുടെ നീതിക്ക് ഭംഗം വരുത്തിക്കൊണ്ട് അനീതിയിൽ ഭരണകൂടങ്ങൾ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. ലോകമെമ്പാടും യുദ്ധങ്ങളും കലാപങ്ങളും. ആളുകളുടെ എല്ലാം വിചാരം ദൈവം ഇതൊന്നും കാണുന്നില്ല എന്ന്. ജലപ്രളയം വരെയും ഇങ്ങനെയായി. നോഹ ജലപ്രളയത്തെക്കുറിച്ച് 100 വർഷത്തോളം സംസാരിച്ചിട്ടും ജനം അതിനൊന്നും ചെവികൊടുത്തില്ല. ഇക്കാലത്തും ഒരു ദൈവമുണ്ടോ എന്ന് സംശയമുള്ള ആളുകളാണ് അനേകരും. പക്ഷെ ദൈവത്തിൻ്റെ ദൃഷ്ടി മനുഷ്യരുടെ വഴികളിന്മേൽ ഇരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു ജലപ്രളയത്താൽ വന്ന ആ വലിയ സംഹാരം. ഇത് ഈ ലോകത്തിൽ ഇപ്പോൾ നിലവിലിരിക്കുന്ന തലമുറയ്ക്കും ഒരു വലിയ പാഠമായി ദൈവം വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിലെ ആ വാക്യം ഒന്ന് വായിക്കാം. 24-ന്റെ 37, 38, 39 വാക്യങ്ങൾ. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും. പുതിയ നിയമ കാലഘട്ടത്തിൽ ഈ പഴയ നിയമ വ്യവസ്ഥയിലുണ്ടായിരുന്ന ആ സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് അപ്പോസ്തലൻ പറയുകയാണ്, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. ജലപ്രളയത്തിനു മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ
അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെ ആകും. അപ്പോൾ ഈ ദുഷ്ടലോകം ഇപ്പോൾ ഈ അനീതിയിലും അക്രമത്തിലും മുതിർന്നു വരുന്നതിൻ്റെ അവസാന ഘട്ടത്തിൽ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ആകും എന്നാണ്. നോഹയോട് ദൈവം പ്രസംഗിക്കാൻ പറഞ്ഞു, ഒരു ജലപ്രളയം വരുന്നു, നിങ്ങൾ ജീവരക്ഷയ്ക്കായി പെട്ടകത്തിൽ കയറണം എന്ന് പ്രസംഗിച്ചിട്ട് അവരത് കൂട്ടാക്കാതെ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ഇന്ന് ഭൂമിയിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന മത്സരങ്ങൾ, അക്രമങ്ങൾ, അനീതികൾ, രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ, വലിയവരും എളിയവരും തമ്മിലുള്ള മത്സരം, ഭരണാധികാരികൾ സ്വാർത്ഥന്മാരും സ്നേഹമില്ലാത്തവരും അഹങ്കാരികളുമായി തീർന്നുകൊണ്ട് ഈ നോഹയുടെ കാലത്ത് ചെയ്തതുപോലെ താൽക്കാലികമായ ഈ ജീവനത്തിനു വേണ്ടി തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുക്കും പോലെയാണ്. പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ടെന്നും ആ സൃഷ്ടാവിന് ഈ ഭൂമിയെ സംബന്ധിച്ച്, മനുഷ്യരാശിയെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടെന്നും ആ സൃഷ്ടാവിൻ്റെ നിയമങ്ങൾ നാം അറിയേണ്ടതാണ് എന്നുള്ള കാര്യങ്ങളും വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു പോക്കാണ് ഈ തലമുറയിൽ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അനീതിയും അക്രമവുമാണ് ഏറ്റവും ഇന്ന് മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം അവസാന ഘട്ടത്തിൽ ഇതിനെയെല്ലാം താറുമാറാക്കുന്നതിന് വേണ്ടി ഒരു ശക്തിയുള്ള നീതിയുടെയും ന്യായത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ളൊരു ഭരണം യേശുക്രിസ്തു ഇവിടെ സ്ഥാപിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം അവസാനിക്കുന്നത്. മനുഷ്യപുത്രൻ്റെ വരവും ഇങ്ങനെയാവും. ഇതിൻ്റെ ഒരു പ്രവചന നിവൃത്തിയുടെ അക്ഷരാർത്ഥത്തിലുള്ള ഒരു നിവൃത്തി ഇസ്രായേലിന് അനുഭവപ്പെട്ടതാണ്. ഇസ്രായേലിലേക്ക് ക്രിസ്തു വന്നതിൻ്റെ ശേഷം ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചിട്ടും ഇസ്രായേൽ അത് കൂട്ടാക്കി. അതിൻ്റെ ഒരു പൊരുളെന്നോണം ജഡീക ഇസ്രായേൽ എന്ന് പറയുന്ന ജാതികൾ ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് ചെവി കൊടുക്കാതെ തന്നിഷ്ടക്കാരും അഹങ്കാരികളുമായി തീർന്നു. അതിൻ്റെ പേരിൽ ഒരു നാശമുണ്ടാകുന്നു. ആത്മീയ ഇസ്രായേൽ എന്ന് പറയുന്ന അബ്രഹാമിയ സന്തതിയാകുന്ന ആ ഇസ്രായേലിന് സംഭവിച്ചത് എന്താണ്? നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രൻ്റെ വരവാകും എന്ന് പറഞ്ഞതുപോലെ യേശുക്രിസ്തുവിൻ്റെ ഒന്നാം വരവിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം യഹൂദൻ തള്ളിക്കളഞ്ഞതിൻ്റെ പേരിൽ, ക്രിസ്തുവിനെ ക്രൂശിച്ചതിൻ്റെ പേരിൽ AD 70 അവർക്ക് വലിയൊരു സംഹാരം ഉണ്ടായി എന്നാണ്. അപ്പം ഇതിൻ്റെ നിവൃത്തി എന്നോണം മുഴുവൻ ലോകജാതികളുടെ മേലും ദൈവത്തിൻ്റെ മഹാകോപം ചൊരിയുവാനുള്ള ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്രയും വിശുദ്ധ ജീവനും ഭക്തിയും ഉള്ളവരായിരിക്കണം. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഈ വിഷയങ്ങളിൽ കൂടുതൽ ഭക്തിയുള്ളവരായിരിക്കണം, വിശ്വാസമുള്ളവരായിരിക്കണമെന്നാണ്. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രതികൂലങ്ങളിൽ നിവർന്നു നിൽക്കാൻ കഴിയുള്ളൂ എന്നുള്ള സത്യമാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞ് അവസാനിക്കും.